ഹലോ എവരി വൺ, സൈലന്റ് ടെക്നിക്കലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകളുമായിട്ടാണ്. നമ്മുടെ KWA എക്സാമുകൾ വരാൻ പോകുന്നല്ലേ. അതിനകത്ത് പ്രധാനമായിട്ടും കുറച്ച് ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ടോപ്പിക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും പമ്പിങ് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വാട്ടർ മീറ്റർ, ഫ്ലോ മീറ്റർ, അതുപോലെ വാട്ടർ ഓഡിറ്റ്, ഇങ്ങനെ 3 പാർട്ടുകളായിട്ട് കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇനി വരുന്ന എക്സാമുകൾക്കും ഒരുപാട് സാധ്യതയുള്ള ഒരു ടോപ്പിക്കുകളാണ് ഇതിൽ നിന്നുള്ളത്. കാരണം ഇതുവരെയുള്ള എക്സാമുകളിൽ ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്ന് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. സോ ഇത് പുതിയ ആഡ് ഓൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇനി ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ ഇതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതേക്കുറിച്ച് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത്. ഈ പറയുന്ന ടോപ്പിക്കുകൾ വ്യക്തമായിട്ട് നമുക്ക് ഒരു റെഫറൻസ് കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു യൂസർ മാനുവൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസർ മാനുവൽ എന്ന് പറയുന്നത് CPHEEO, അതായത് സെൻട്രൽ പബ്ലിക് ഹെൽത്ത് എൻവയോൺമെൻറ്റൽ ആൻഡ് എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനുവലുണ്ട്. ആ മാനുവൽ കറക്റ്റ് വ്യക്തമായിട്ട് ഈ ടോപ്പിക്കുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനറി നോട്ട് തന്നിട്ടുണ്ട്. സോ നമ്മൾ അത് വെച്ചിട്ട് വേണം ബേസിക്കലി ഇത് പഠിക്കാനായിട്ട്. കാരണം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും വാല്യൂസുകളും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് വാട്ടർ മീറ്റർ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും MCQs നമ്മൾ ചെയ്യുന്നതും ഈ വാട്ടർ മീറ്ററിനെ കുറിച്ചാണ്. സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സൈലന്റ് ടെക്നിക്കൽ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് വാട്ടർ മീറ്റർ? നമുക്ക് യൂഷ്വലി അറിയാമല്ലേ, നമ്മുടെ വീടുകളിൽ ഈ പറയുന്ന പോലെ വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിൽ മന്ത്ലി നമ്മൾ അതിനകത്ത് എത്ര യൂണിറ്റ് ഓഫ് വാട്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ അതിനകത്തുള്ള എമൗണ്ട് എക്സ്പെൻസ് നമ്മൾ ചെയ്യാറല്ലേ. സോ അത് തന്നെ ആ ഒരു ഡിവൈസിനെ പറ്റി തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും. ഇത് നമ്മുടെ ആ പറയുന്ന CPHEEO യൂസർ മാനുവലിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതിനകത്തുള്ള കോഡുകൾ ഏതൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അത് പഠിക്കണം. എന്തെങ്കിലും സ്റ്റാൻഡേർഡ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് എന്തെങ്കിലും ക്രൈറ്റീരിയ തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കണം. ഇങ്ങനെ ആയിരിക്കണം ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുകളെ നിങ്ങൾ സമീപിക്കേണ്ടത്. നമുക്ക് നമ്മുടെ വാട്ടർ മീറ്ററിലേക്ക് കടക്കാം. സോ അങ്ങനെ വ്യക്തമായിട്ട് വേണം ഒരു ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളെ സമീപിച്ചാൽ മാത്രമേ നമുക്കൊരു അതിനകത്തൊരു നല്ല സ്കോറിങ് നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം ഈ വാട്ടർ മീറ്റർ എന്നൊക്കെ പറഞ്ഞ ജനറലായിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ അതിനുപരി അതിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ കോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻറ്റയർ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എയ്ക്ക് വേണ്ടിയിട്ട്. അതായത് അത് ഓൾറെഡി നമ്മുടെ ഈ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻറ്റയർ സിവിൽ എഞ്ചിനീയറിംഗ് എയ്ക്ക് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റും ആയിക്കോട്ടെ, ഏത് എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ പാകത്തിന് വ്യക്തമായിട്ട് ഒരു സ്ട്രാറ്റജിയോട് കൂടി നമ്മുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി റണ്ണിങ് ആണ്. ഇനിയും ഈ ബാച്ചിലേക്ക് ആഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആസ്പിറൻസ് എത്രയും വേഗം ജോയിൻ ചെയ്യുക. നമുക്ക് കോഴ്സ് ഫീസ് വരുന്നത് 12,999 റുപ്പീസാണ്. സോ ഇത് വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ബാച്ചാണ്. അതുപോലെ തന്നെ വേറൊരു ബാച്ചും സൈലം ടെക്നിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓവർസിയർ KWA ഗ്രേഡ് 1 ബാച്ചാണ്. ഈ ബാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4,999 റുപ്പീസാണ്. അതായത് ഇതിനകത്ത് സിവിൽ മെക്കാനിക്കൽ എല്ലാ ടോപ്പിക്കുകളെല്ലാം കൂടി വരുന്ന ഒരു ബാച്ചാണ്. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, എല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു ബാച്ചാണ്. പിന്നെ മെക്കാനിക്കൽ ടോപ്പിക്കുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു മെക്കാനിക്കൽ ടോപ്പിക് ബാച്ചും ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 4,499 റുപ്പീസാണ്. സോ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എല്ലാ സ്റ്റുഡൻസും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ വാട്ടർ മീറ്ററിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടത് വാട്ടർ മീറ്ററിൻ്റെ സൈസിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മളൊരു വാട്ടർ മീറ്റർ നമ്മുടെ ഒരു പർപ്പസിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതിൽ പറയുന്ന കോഡുകളെ പറ്റിയാണ്. ഇതായത് IS 2401 എന്ന് പറയുന്ന കോഡ് പ്രകാരം കുറച്ച് ഗൈഡ് ലൈൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ISO 4064 പാർട്ട് 2 ഈ പറയുന്ന വാട്ടർ മീറ്ററിൻ്റെ സൈസിനെ പറ്റിയുള്ള ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് തരുന്നത്. ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ഓർത്ത് വയ്ക്കുക, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് നല്ല സാധ്യതയുള്ളതാണ്. ജനറലി ഫസ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ദ വാട്ടർ മീറ്റർ ഹാസ് ടു ബി സെലക്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഫ്ലോ ടു ബി മെഷേർഡ്. ആ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. വാട്ടർ മീറ്റർ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിലൂടെയുള്ള ഫ്ലോയിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളത്. ഓക്കെ,
ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ മാക്സിമം ഫ്ലോ ഷാൽ നോട്ട് എക്സീഡ് ദ മാക്സിമം ഫ്ലോ റേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പൈപ്പ് നിങ്ങൾ എടുക്കുക, ആ പൈപ്പിലൂടെ ഒരു പർട്ടിക്കുലർ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്, നമ്മളതിനകത്ത് വാട്ടർ മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്ത് ഇൻസ്ട്രുമെൻറ്റിനും എന്തുണ്ട്, ഒരു ലോവർ ലിമിറ്റും ഉണ്ട്, ഒരു അപ്പർ ലിമിറ്റും ഉണ്ട് വർക്കിംഗ് കണ്ടീഷനിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വാട്ടർ മീറ്ററിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന വാട്ടർ മീറ്ററിൻ്റെ അപ്പർ ലിമിറ്റിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഫ്ലോയിൽ നമ്മൾ ആ ഒരു പൈപ്പിലൂടെ വെള്ളം കടത്തിവിടാൻ പാടില്ല. അങ്ങനെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഈ വാട്ടർ മീറ്ററിന് താങ്ങാൻ സാധിക്കില്ല. ഡാമേജസുകളോ ഇൻകറക്റ്റ് ആയിട്ടുള്ള റീഡിങ്സുകളോ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ദ മാക്സിമം ഫ്ലോ ഷാൽ നോട്ട് എക്സീഡ് ദ മാക്സിമം ഫ്ലോ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി പിന്നെ പറയുന്നത് ദ മിനിമം ഫ്ലോ ടു ബി മെഷർ ഷാൾ ബി വിത്തിൻ ദ മിനിമം സ്റ്റാർട്ടിംഗ് ഫ്ലോ ഓഫ് ദ മീറ്റർ. ഇതുപോലെ തന്നെ തൊട്ട് മുൻപ് നമ്മൾ അപ്പർ ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇനി പറയുന്ന ലോവർ ലിമിറ്റിൻ്റെ കാര്യമാണ്. അതായത് ഈ പറയുന്ന ഈ വാട്ടർ മീറ്റർ മെഷർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വർക്കിംഗ് ആവണമെങ്കിൽ ഈ പറയുന്ന ഓസിലൂടെ നമ്മുടെ പൈപ്പിലൂടെ ഒരു മിനിമം ഫ്ലോയിൽ വാട്ടർ കടന്നു പോയെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഈ വാട്ടർ മീറ്റർ വർക്കിംഗ് ആവുള്ളൂ. സോ നമ്മളുടെ ഈ പൈപ്പിലൂടെ പോകുന്ന വെള്ളം ഈ പറയുന്ന വാട്ടർ മീറ്റർ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് പറ്റണം, ഒരു മിനിമം ഫ്ലോ റേറ്റ് അതിനുണ്ടാവണം. അപ്പോൾ ആ പൈപ്പിലൂടെ ഒഴുകുന്ന വെള്ളം ഈ പറയുന്ന വാട്ടർ മീറ്റർ മെഷർ ചെയ്യാനുള്ള മിനിമം ആ ഫ്ലോയിനേക്കാളും താഴെ പോകാൻ പറ്റില്ല എന്നാണ് ഈ പറയുന്ന അടുത്ത പോയിന്റ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറയേണ്ടത് അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. ലോ ഹെഡ് ലോസ്, ലോങ് ഓപ്പറേറ്റിംഗ് ഫ്ലോ റേഞ്ച്, അതുമാതിരി തന്നെ ലെസ് ബൾക്കി റോബസ്റ്റ് മീറ്റർ ഷാൾ ബി പ്രിഫേർഡ്. അതായത് നമ്മുടെ വാട്ടർ മീറ്ററിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ പറയുന്നത്. അതിനകത്ത് ലോ ഹെഡ് ലോസ്, അതായത് ഹെഡ് ലോസ് കുറവുള്ള മീറ്റർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ലോങ് ഓപ്പറേറ്റിംഗ് ഫ്ലോ, അതായത് ഈ പറയുന്ന എന്താ പറയുക, പൈപ്പിലൂടെ പോകുന്ന വെള്ളത്തിന് പല റേഞ്ചിൽ നമുക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ലേ ഫ്ലോ റേറ്റിൽ. ഈ ഫ്ലോ റേറ്റിലൊക്കെ നല്ല പെർഫോമൻസ്, ഇപ്പം മാക്സിമം ഫ്ലോ വന്നാലും മിനിമം ഫ്ലോ വന്നാലും നോർമൽ ഫ്ലോ വന്നാലും എല്ലാത്തിലും ഒരേ രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന വാട്ടർ മീറ്റർ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ വാട്ടർ മീറ്റർ മാക്സിമം ലൈറ്റ് ആയിരിക്കണം, ഒരുപാട് ബൾക്കി ആവാൻ പാടില്ല. അതുമാതിരി തന്നെ ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാവണം, നല്ല സ്ട്രെങ്ത് ഉള്ള വാട്ടർ മീറ്ററുകളായിരിക്കണം ജനറലി പെർഫോമൻസ് വൈസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് കോഡിൽ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് സൈസിങ് ഓഫ് വാട്ടർ മീറ്റർ എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനായിട്ട് ഈ 5 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇതൊറ്റയടിക്ക് നമ്മളൊന്ന് വായിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തുള്ള സ്കോർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇനി ഇൻസ്റ്റാളേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു BIS ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ IS 2409 ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഇത് പ്രകാരമാണ് ഇൻസ്റ്റാളേഷനെ പറ്റിയുള്ള ഗൈഡ് ലൈൻസ് നമുക്ക് കിട്ടുന്നത്. സോ ആ കാര്യങ്ങളൂടി ഓർത്ത് വയ്ക്കുക. ഇനി ഇൻസ്റ്റാളേഷൻ ജനറലി ഒരു ജനറലൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അത് ഇങ്ങനെയാണ്, കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ദാറ്റ് ഈസ് ഹാൻഡിൽ കെയർഫുള്ളി. ആക്സസബിൾ ലൊക്കേഷൻ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ, കറക്റ്റ് പൊസിഷൻ. ഇനി ഈ പറയുന്ന വാട്ടർ മീറ്റർ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം, നമുക്കത് ഇൻസ്പെക്ഷൻ ചെയ്യാനൊക്കെ ഉള്ളതാണ്. കറക്റ്റ് പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഈ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് വാട്ടർ മീറ്റർ എങ്ങനെ അലൈൻ ചെയ്യണമെന്നാണ് നമ്മളോട് പറയുന്നത്. എങ്ങനെയായിരിക്കണം, കീപ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഹൊറിസോണ്ടൽ ആൻഡ് എൻഷുർ വാട്ടർ ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ഇൻഡിക്കേറ്റഡ് ബൈ ദ ആരോ. ഈ വാട്ടർ മീറ്ററിനകത്ത് ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ആ ആരോ മാർക്കിൻ്റെ ഡയറക്ഷനിലായിരിക്കണം എന്ത് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ഈ ഫ്ലോ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതുമാതിരി തന്നെ വാട്ടർ മീറ്ററിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഹൊറിസോണ്ടൽ ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് അടുത്ത പോയിന്റ്, ദ ക്ലീൻ പൈപ്പ് ലൈൻ ഫുള്ള് ക്ലീൻ ആയിരിക്കും, അതിനകത്ത് ഡേർട്ടുകളൊന്നും വരാൻ പാടില്ല. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ മീറ്ററിനകത്തേക്ക് കയറും അല്ലേ. ഇനി ഇതിൻ്റെ ലെവൽ എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ കോഡ് പ്രകാരം തരുന്ന ഗൈഡ് ലൈൻസ് ആണ്. സ്പിരിറ്റ് ലെവൽ നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി അടുത്ത പോയിൻ്റാണ് പ്രോപ്പർ കണക്ഷൻ അല്ലേ. ഈ പറയുന്ന നെറ്റുകളും അതുമാതിരി തന്നെ എന്താണ് വാഷറുകളൊക്കെ തമ്മിൽ നല്ല പ്രോപ്പറായിട്ടുള്ള കണക്ഷനാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്, വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ വാട്ടർ മീറ്റർ ഒരു പ്രൊട്ടക്റ്റീവ് കേജിനുള്ളിലായിരിക്കണം വെക്കേണ്ടത്. നമുക്ക് യൂഷ്വലി നമ്മളറിയാമല്ലേ, നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ബ്രിക്കിൻ്റെ ഒരു കേജ് നമ്മൾ ഉണ്ടാക്കൂലേ, ഒരു സപ്പോർട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിന് പുറത്തൊരു ലിഡ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വാട്ടർ മീറ്റർ സാധാരണ വെക്കാറുള്ളത്. സോ അങ്ങനെ പ്രൊട്ടക്റ്റീവ് ആയിട്ട് വേണം വെക്കാനായിട്ട്. ലിഡ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം. ലിഡ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ ആണ് അടുത്ത പോയിൻ്റായിട്ട് നമ്മളോട് എഴുതിയിരിക്കുന്നത്. ഓക്കെ,
അതായത് ലിഡ് ക്ലോസ് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തേക്ക് വേറെ വെള്ളങ്ങളൊന്നും കയറി അത് ഫില്ലാവാനായിട്ട് പാടില്ല. അത് ഈ പറയുന്ന വാട്ടർ മീറ്ററിനെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അവോയ്ഡ് ഫ്രീ ഡിസ്ചാർജ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് ഒരു വാക്ക് പഠിച്ചാൽ മതി, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ ഇതൊരു ടാങ്ക് ആണെന്ന് കരുതുക. ഈ ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നു. നമ്മളിവിടെ ഒരു വാട്ടർ മീറ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. വാട്ടർ മീറ്ററിൽ നിന്ന് വീണ്ടും പൈപ്പ് കണക്ഷൻ വരുന്നു. ഈ വാട്ടർ ഫ്രീ ആയിട്ട് അന്തരീക്ഷത്തിലേക്ക് പോവുകയാണെന്ന് കരുതുക. വാട്ടർ ഇങ്ങനെ വരുന്നു, ഇത് വാട്ടർ മീറ്ററാണ്. ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു കണ്ടീഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യണമെന്നാണ് ആ പോയിന്റ് പറയുന്നത്. നോക്കിക്കോളൂ. അതായത് അവോയ്ഡ് ഫ്രീ ഡിസ്ചാർജ്. ദ മീറ്റർ ഷുഡ് നോട്ട് ഓപ്പറേറ്റ് വിത്ത് എ ഫ്രീ ഡിസ്ചാർജ് ടു ദ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇങ്ങനെ മീറ്റർ, അതായത് വെള്ളം വന്ന് മീറ്ററിലൂടെ പോയി പിന്നെ എന്താണ് അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ വെള്ളം ഓപ്പൺ ആയിട്ട് വിടുന്ന കണ്ടീഷൻസ് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഒഴിവാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്ലെറ്റ്, ഇത് ഇൻലെറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അപ്സ്ട്രീം സൈഡാണ്, ഇത് ഡൗൺ സ്ട്രീം സൈഡ്, അങ്ങനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാമെങ്കിൽ ഈ ഡൗൺ സ്ട്രീം സൈഡിൽ മിനിമം ഒരു ഹെഡ് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാട്ടർ മീറ്റർ കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി കറക്റ്റ് ആവണമെങ്കിൽ ഇത് ഡൗൺ സ്ട്രീം സൈഡിലും ചെറിയൊരു ഹെഡ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ആയിട്ട് വാട്ടർ മീറ്റർ കഴിഞ്ഞിട്ട് പൈപ്പ് ഓപ്പൺ ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് വെക്കരുത്. അവിടെ എന്ത് പറ്റണം, അവിടെ ഒരു മിനിമം ഹെഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയുന്നത്. അത് വാൽവുകളോ അല്ലെങ്കിൽ വേറെ അറേഞ്ച്മെൻറ്റ്സോ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഹെഡ് അവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമ്മളോട് പറയുന്നത് അപ്സ്ട്രീം സൈഡിനകത്തുള്ള പ്രഷർ, സ്റ്റാറ്റിക് പ്രഷറിന് അനുപാതികമായിട്ട് ഡൗൺ സ്ട്രീം സൈഡിലും ആ പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ഒരു പോയിൻ്റാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് അവോയ്ഡ് വാട്ടർ ഹാമർ നമുക്കറിയാം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഫോഴ്സാണല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ഈ വാട്ടർ മീറ്ററിലേക്ക് വരാതെ, വാട്ടർ ഹാമർ വരാതെ ശ്രദ്ധിക്കേണ്ടതും വളരെ നമ്മൾ കാര്യമാക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത പോയിന്റ് അവോയ്ഡ് ഡേർട്ടി വാട്ടർ. ഇപ്പോൾ ഡേർട്ടി വാട്ടർ നമുക്ക് അവോയ്ഡ് ചെയ്യണം എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം പൈപ്പിലൂടെ വരുന്ന വെള്ളം ഡേർട്ടി അല്ല, പ്യൂറസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി അതിനകത്ത് ഡേർട്ടുകളൊക്കെ ഉണ്ടാകും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫിൽറ്ററുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇമിറ്റൻറ്റ് സപ്ലൈ. ഇമിറ്റൻറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ പൈപ്പിൽ വെള്ളം ഉണ്ടാവില്ല, ഒരു ടൈം അനുസരിച്ചായിരിക്കും ഈ വെള്ളം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഈ പറയുന്ന വാട്ടർ മീറ്റർ എന്ത് ചെയ്യണം, അപ്പോൾ വാട്ടർ മീറ്റർ ഇങ്ങനെ ഇമിറ്റൻറ്റ് സപ്ലൈ ആകുമ്പോൾ പല ടൈമിലായിരിക്കും ഈ ഡിസ്ചാർജുകൾ അല്ലെങ്കിൽ ഈ വാട്ടർ ഈ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള എയർ വാൽവുകൾ ഇതിൽ കൊടുക്കണം, കാരണം ആ ഒരു വാട്ടർ മീറ്ററിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിന്. ഇത്രയും കാര്യങ്ങളാണ് വാട്ടർ മീറ്ററിനെ പറ്റി അതിൻ്റെ ഇൻസ്റ്റാളേഷനെ പറ്റിയുള്ള ഗൈഡ് ലൈൻസ് ആയിട്ട് നമ്മുടെ കോഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വാട്ടർ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അതിൻ്റെ ചെക്ക് ചെയ്തിരിക്കണം, അത് ടെസ്റ്റ് ചെയ്തിരിക്കണം, അത് വർക്കിംഗ് ആണോ എന്നുള്ളത്. രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ആ പൈപ്പ് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യണം. മൂന്നാമത് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഇടവേളകളിൽ ഇതിൻ്റെ എഫിഷ്യൻസി നമ്മൾ ചെക്ക് ചെയ്യണം. 3 കണ്ടീഷനിലാണ് ഈ പറയുന്ന ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ഓഫ് വാട്ടർ മീറ്റർ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിനെപ്പറ്റിയാണ് ഈ ഒരു കോഡുകളിൽ പറയുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഈ ഒരു ടെസ്റ്റിനകത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വാട്ടർ മീറ്ററിന് റിപ്പയർ ആവശ്യമുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് IS 6784 അല്ലെങ്കിൽ ISO 40664 പാർട്ട് 3 പ്രകാരം അത് റിപ്പയറിന് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഇനി അപ്പോൾ ഇത്തപ്പോൾ റിപ്പയർ ആൻഡ് ടെസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ടെസ്റ്റിംഗ് ഓഫ് ഫ്ലോ റേറ്റ്, എങ്ങനെയാണ് ഈ ഒരു വാട്ടർ മീറ്ററിനെ ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം വാട്ടർ മീറ്റർ ഒരു മിനിമം ഫ്ലോയിൽ തൊട്ടാണ് വാട്ടർ മീറ്റർ അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർ മീറ്ററിൻ്റെ ടെസ്റ്റിങ്ങിനകത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു മിനിമം നമുക്ക് ആ ഒരു റിക്വയർഡ് ഈ വാട്ടർ മീറ്റർ വർക്ക് ചെയ്യാനുള്ള മിനിമം റിക്വയർഡ് ആ ഒരു ഡിസ്ചാർജ് ആ ഒരു ഫ്ലോയിലുള്ള വാട്ടർ വെച്ചിട്ട് വാട്ടർ മീറ്റർ ചെക്ക് ചെയ്യണം. രണ്ടാമത് എന്താണ്, മാക്സിമം ഫ്ലോ കപ്പാസിറ്റി, അതായത് വാട്ടർ മീറ്ററിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം ഫ്ലോ ഇല്ലേ അതിലിട്ടിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇനി മൂന്നാമത് വരുന്നത് നോർമലി ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്ന വാട്ടറില്ലേ അതിൻ്റെ ആ ഫ്ലോ റേറ്റിൽ നമ്മൾ വാട്ടർ മീറ്റർ ചെക്ക് ചെയ്യണം. അതുമാതിരി തന്നെ ട്രാൻസിഷണൽ സ്റ്റേജ് QT എന്ന് പറയും. അതായത് ആദ്യം സ്പീഡ് കുറഞ്ഞ്, അതായത് ആദ്യം ഇതിനകത്തുള്ള ഫ്ലോ റേറ്റ് കുറഞ്ഞിട്ട് പിന്നെ ഫ്ലോ റേറ്റ് കൂടുന്നു, ഇങ്ങനെ ഒരു ട്രാൻസിഷണൽ സ്റ്റേജിലും ഈ പറയുന്ന വാട്ടർ മീറ്റർ നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ മിനിമം
ഒരു ഫ്ലോയിൽ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യൂ മിനിമം കണ്ടീഷനിൽ വാട്ടർ മീറ്റർ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി സ്പീഡ് മാറ്റിക്കൊടുത്ത്, അതായത് സ്പീഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഫ്ലോ റേറ്റ് മാറ്റിക്കൊടുത്തിട്ട്, അതായത് ആദ്യം കുറച്ച് നേരത്തേക്ക് ഒരു ഫ്ലോ റേറ്റിലായിരിക്കും, പിന്നീട് ഒരു ബ്രേക്കിംഗ് നടക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലോ റേറ്റ് കൂട്ടിയിട്ട് അങ്ങനെ വാട്ടർ മീറ്റർ ചെക്ക് ചെയ്യണം. അതിനെയാണ് ട്രാൻസിഷണൽ QT എന്ന് പറയുന്നത്. ഇനി നോർമൽ കണ്ടീഷനിൽ എന്ത് പറയണം? നോർമൽ കണ്ടീഷൻ മീൻസ് നോർമൽ ഫ്ലോ റേറ്റിനകത്ത് വാട്ടർ മീറ്ററിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കണം. അതിനെയാണ് ഈ നോർമൽ Q എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ Qmax/2 ആണ്, അതായത് മാക്സിമം അതിലൂടെയുള്ള ഫ്ലോ ഡിവൈഡഡ് ബൈ 2 ആണ് ഇത് പറയുന്ന നോർമൽ എന്ന് പറയുന്നത്. ഇനി അത് മാക്സിമം ഫ്ലോ റേറ്റിനകത്തും നമ്മൾ എന്ത് ചെയ്യണം? ഈ വാട്ടർ മീറ്റർ നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ടെസ്റ്റിംഗ് റേറ്റുകളായിട്ട് നമ്മൾ പറയാറുള്ളത്. ഇനി നമുക്കിതിൻ്റെ MCQസിലേക്ക് നമുക്ക് കടക്കാം. MCQസിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ വാട്ടർ മീറ്റർ എന്നാണ്. നമുക്കറിയാം വാട്ടർ മീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, ജസ്റ്റ് ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത് എന്താണ്? ആക്യുറേറ്റ് മെഷർ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടഡ്. ഒരിക്കലും ഫ്ലോ അത് മെഷർ ചെയ്യില്ല, ഇല്ലേ? അതായത് എത്ര സ്പീഡിലാണെന്നൊന്നും മെഷർ ചെയ്യത്തില്ല. ജസ്റ്റ് എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇപ്പം നമ്മൾ വീട്ടിൽ വാട്ടർ മീറ്റർ വെച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ? സോ അതാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. എ വാട്ടർ മീറ്റർ ഈസ്, മുന്നേ പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി മീറ്റർ. അതിനൊരു ക്വാണ്ടിറ്റി മീറ്റർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ മീറ്റർ ഈസ് ജനറലി ഓപ്പറേറ്റ് അസ് എ. എന്തായിട്ടാണ് നമ്മൾ ഈ വാട്ടർ മീറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്? മജോറിറ്റി ഓഫ് വാട്ടർ മീറ്ററും എന്താണ്? ഈ പറയുന്ന മെക്കാനിക്കൽ ഡിവൈസ് ആണ്. അത് ഡിജിറ്റൽ ഒന്നല്ല, മെക്കാനിക്കൽ ഡിവൈസ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അത് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഡൊമസ്റ്റിക് വാട്ടർ മീറ്റർ ജനറലി ഹാവ് എ സൈസ്. നമ്മൾ ജനറലി ആയിട്ട് നമ്മൾ കണ്ടെത്തിപ്പെടേണ്ടതാണ് ഒരു കാര്യം. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വാട്ടർ മീറ്ററിൻ്റെ ജനറൽ സൈസാണ് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 15 to 50 mm ആയിരിക്കണം സൈസ്. ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ബൾക്ക് വാട്ടർ മീറ്റർ ജനറലി ഹാവ് എ സൈസ്. ബൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സൈസുള്ള വാട്ടർ മീറ്ററുകളുണ്ട് അല്ലേ? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു പൈപ്പിൻ്റെ സൈസ് അനുസരിച്ച് വാട്ടർ മീറ്ററിൻ്റെ നമുക്ക് സൈസ് മാറ്റാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാട്ടർ മീറ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അതിലൂടെ ഒഴുകുന്ന ഫ്ലോനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ബൾക്കിൻ്റെ സൈസ് വരുന്നത് 50 mm ആൻഡ് എബവ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ വലിയ ഫ്ലോ ഉള്ളൊരു വാട്ടറിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പൈപ്പായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ആ ഫ്ലോനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന സൈസ് സെലക്ഷൻ നമ്മൾ നടത്തേണ്ടത്. ഇനി ആറാമത്തത്, ഡൊമസ്റ്റിക് വാട്ടർ മീറ്റർ ഈസ് കവേർഡ് അണ്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കോഡ് വെച്ചിട്ടാണ് ഈ ഡൊമസ്റ്റിക് വാട്ടർ മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. വിച്ച് ഈസ് ഓപ്ഷൻ C ആണ് വരിക. ദാറ്റ് ഈസ് IS 779 എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ബൾക്ക് വാട്ടർ മീറ്റർ കവേർഡ് അണ്ടർ. ബൾക്ക് വാട്ടർ മീറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? IS 2373 ആണ്. ഇതൊക്കെ ജനറിക് കാര്യങ്ങളാണ്. വാട്ടർ മീറ്റർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ഈ ജനറിക്കിലേക്ക് വരിക കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തതാണ്, വാട്ടർ മീറ്റർ സൈസിങ് ഷുഡ് ബി പ്രൈമർലി ബേസ്ഡ് ഓൺ. നമുക്കറിയാം എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഫ്ലോ. അതിലൂടെ ഒഴുകുന്ന ഫ്ലോനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഫ്ലോ. ഓപ്ഷൻ C, ഫ്ലോ ടു ബി മെഷേർഡ് എന്നാണ്. ഇനി നമുക്ക് ഒൻപതാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ദ മാക്സിമം ഫ്ലോ ത്രൂ ദ വാട്ടർ മീറ്റർ ഷുഡ്. എങ്ങനെയായിരിക്കണം വാട്ടർ മീറ്ററിലൂടെയുള്ള ഫ്ലോ എന്ന് പറയുന്നത്? നമുക്കറിയാം എക്സീഡ് Qmax ആണോ, B ഈക്വൽ ടു 0 ആണോ, നോട്ട് എക്സീഡ് ഇറ്റ്സ് മാക്സിമം ഫ്ലോ റേറ്റിംഗ്, ഓൾവേസ് ഗ്രേറ്റർ ദാൻ QN. നമുക്ക് ഓൾറെഡി അറിയാം ആ ഒരു വാട്ടർ മീറ്ററിന് ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ട്, അതിനേക്കാൾ ഓവർകം ചെയ്യാൻ പാടില്ല. ദെർഫോർ ഓപ്ഷൻ C ആണ് ആൻസർ വരിക. ഇത് നമുക്ക് പത്താമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ദ നോമിനൽ ഫ്ലോ റേറ്റ് ഓഫ് QN. നമുക്കറിയാം നോമിനൽ അല്ലെങ്കിൽ നോർമൽ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ QN എന്താണ്? QN ഇസ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, QN ഇസ് ഈക്വൽ ടു Qmax. ആ ഒരു മാക്സിമം അതിനകത്തേക്കൂടെ ഒഴുകാനുള്ള ഫ്ലോ ഡിവൈഡഡ് ബൈ 2, അതിൻ്റെ ഹാഫ് ആണ് എന്ന് പറയാം നോമിനൽ ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ നോർമൽ ഫ്ലോ റേറ്റ് QN എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് വരിക. സോ ഇത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ ചേർന്നിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ആ ഒരു ടോപ്പിക്കിൻ്റെ ആ റീജിയൻ വരിക അല്ലേ. അപ്പോൾ വ്യക്തമായിട്ട് കോഡുകൾ നന്നായിട്ട് പരിശോധിച്ച് പഠിക്കുക. കറക്റ്റായിട്ട് വാല്യൂസും കോഡിൻ്റെ റെഫറൻസുകളുമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. നമ്മൾ ഒരുപാട് തിയറി ഡീപ്പായിട്ട് പഠിക്കുന്നതിലും എന്താണ് വാട്ടർ മീറ്റർ അല്ലെങ്കിൽ ഇനി വരുള്ള ഫ്ലോ മീറ്റർ എന്നുള്ള രീതിയിൽ നന്നായിട്ട് പഠിക്കുക. ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മൈന്യൂട്ട് കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക്
സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നന്നായിട്ട് ഓർത്തിരിക്കാനും പറ്റും. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്യൂ മിനിമം റെപ്രസെൻറ്റ്. ക്യൂ മിനിമം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം എന്താണ്, അത് നോർമൽ കണ്ടീഷനിൽ പോകുന്ന വാട്ടറിൻ്റെ ഒരു റേറ്റ് ആണ് അല്ലേ. അതെന്തും പറഞ്ഞിട്ട് എന്താണ്, അതിനകത്തൊരു വലിയ എററുകളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ എഴുതാം, ദാറ്റ് ഈസ് ദ മിനിമം ഫ്ലോ റേറ്റ് വിത്തിൻ ദ പെർമിസിബിൾ എറർ എന്ന രീതിയിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. സോ ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ, സ്പെഷ്യൽ ടോപ്പിക്കുകൾ. ഇത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ വളരെ ചെറിയൊരു പോർഷനാണ് വാട്ടർ മീറ്റർ എന്നുള്ളത്. സോ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുക, ബ്രീഫായിട്ട് പഠിക്കുക. ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്കിനാണ് ആസ് യൂഷ്വൽ നമ്മൾ പറയുന്നത് പോലെ പ്രാധാന്യം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ, ഓൾ ദ ബെസ്റ്റ്.